ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് നയന. എന്നിട്ട് എല്ലാവരുടെയും വിശേഷം. അപ്പോൾ അതേ ഞാൻ ഇന്ന് കാലത്ത് എനിക്ക് ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം വേറെ ഒന്നല്ല, നമ്മൾ ഇന്നലെ കുറച്ച് രാത്രി OTT റിലീസായ കുറച്ച് മൂവീസൊക്കെ കണ്ട് കുറേ ലേറ്റ് ആയിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്ന് എനിക്ക് ഈവനിങ് ഡ്യൂട്ടി ആയതുകൊണ്ട് കാലത്ത് എനിറ്റപ്പോൾ കുറച്ച് ഒരു ചടപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം അങ്ങോട്ട് കിടക്കാമെന്ന് കരുതി. ആമിക്കുട്ടി ചേട്ടനൊക്കെ പോയി. ഞാൻ എണീറ്റ് കുറച്ച് കാപ്പിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനായിട്ട്. കാപ്പി കുടിക്കുമ്പോണ്ടല്ലോ എനിക്കത് അങ്ങോട്ട് ആസ്വദിച്ചിട്ട് കുടിക്കാനായിട്ട് നല്ല പോലെ അടിച്ചടിച്ച് പതപ്പിച്ച് കുടിക്കണതാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. അങ്ങനെയുള്ള ആരൊക്കെയുണ്ട്. എനിക്ക് നല്ല പോലെ പത വരണം കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറേ നേരം മാറ്റി നല്ല പോലെ പതപ്പിച്ചിട്ടാണ് കുടിക്കാനായിട്ട് പോണത്. അപ്പോൾ അതൊരു ഭാഗത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ് ഇനി റിലാക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഇരിക്കാം കേട്ടോ. ഫ്രണ്ട് ഡോറൊക്കെ തുറന്നിട്ട് പുറത്തെ കാഴ്ചകളൊക്കെ നോക്കി ആ സമയത്താണ് കേട്ടോ ഞാൻ ഫോണൊന്ന് ചെക്ക് ചെയ്യാറുള്ളത്. നമ്മുടെ യൂട്യൂബ് വീഡിയോസോ അല്ലെങ്കിൽ മെസ്സേജുകൾ കാര്യങ്ങൾ ഇൻസ്റ്റയിൽ ഞാൻ കയറൽ ഭയങ്കര കുറവാണ് കേട്ടോ. ഇപ്പോൾ ആക്റ്റീവ് അല്ലാന്ന് തന്നെ പറയാം. വീഡിയോസ് ഇടലാണെങ്കിലും പോസ്റ്റ് ഇടലാണെങ്കിലും മെസ്സേജസ് ചെക്ക് ചെയ്യണതാണെങ്കിലും ഒക്കെ വല്ലാണ്ട് കുറവാണ്. എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്, അപ്പോൾ നിനക്ക് ഇൻസ്റ്റയിൽ വീഡിയോസ് ഒന്നും ഷെയർ ചെയ്തിട്ട് ഒരു കാര്യമില്ല. അത് ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട്. നമ്മളിങ്ങനെ നല്ലതൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ ഷെയർ ചെയ്ത് പോകുമല്ലോ. ഞാൻ പക്ഷെ അതൊന്നും കാണാറില്ല. വെറുതെ അവരിങ്ങനെ കുറേ ഷെയർ ചെയ്തിടും. അപ്പോൾ ചായ കൂടിയും പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരു കുളിയൊക്കെ പാസ്സാക്കി. എന്താ പറയുക, ഞാൻ മിക്കവാറും നൈറ്റി അല്ലേ വീഡിയോസിലൊക്കെ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ എൻ്റെ അമ്മയും തക്കുടും ഒക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ വഴക്ക് പറയാറുണ്ട് കേട്ടോ. എന്തിനീ നൈറ്റി ഇടണേന്ന് ചോദിച്ചിട്ട്. ഇത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ഇട്ട് ശീലിച്ച് കഴിഞ്ഞാൽ ഭയങ്കര കംഫർട്ടബിൾ അല്ലേ. അപ്പോൾ പിന്നെ ഞാൻ ഇതന്നെ ഇടാനാണ് ഇഷ്ടപ്പെടാറുള്ളത്. പക്ഷേ മാറ്റി പിടിക്കുക കേട്ടോ. ഞാൻ ഇനി വിചാരിക്കുന്നുണ്ട് പൈജാമ സെറ്റുകളൊക്കെ കുറച്ച് നല്ലത് വാങ്ങിയിട്ട് ഇനി നൈറ്റിയൊക്കെ അങ്ങോട്ട് കളയണം അങ്ങനെ. അപ്പോൾ ഞാൻ എന്താ നേരത്തെ എത്തിച്ച് നോക്കിയെന്ന് വെച്ചാൽ നല്ല കാറുണ്ട് പുറത്ത്, വെയിലല്ല. അല്ലെങ്കിൽ സാധാരണ ഈ നേരത്തൊക്കെ നല്ല വെയിലാവാറ് കേട്ടോ. ഇതിപ്പോൾ നല്ല കാരും മഴക്കാരുണ്ട്, നന്നായിട്ട് കാറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് വണ്ടിയുമേ പോകേണ്ടതാണല്ലോ. അപ്പോൾ കോട്ടും കാര്യങ്ങളൊക്കെ തപ്പിയെടുത്ത് വെക്കണം. പിന്നെ ഈ നല്ല മഴയത്ത് കോട്ടിട്ട് പോകാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടാസ്ക്കാണെന്ന്. എനിക്ക് തീരെ താല്പര്യമില്ലാത്ത കാര്യമാണ്. അപ്പോൾ പിന്നെ ഏതായാലും ഡ്യൂട്ടിക്ക് പോകണതാണല്ലോ. അപ്പോൾ സ്കിൻ കെയറും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് കരുതി മോയ്സ്ചറൈസറൊക്കെ എടുത്തിട്ടു കേട്ടോ. പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ്. ആ ഒരു കണ്ടെയ്നർ തന്നെ കണ്ട ഭയങ്കര പരിതാപകരമാണ്. വല്ലാണ്ട് ഞാൻ വടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൽ നമുക്ക് ചോറിട്ടുണ്ടാം അതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ പോൺസിൻ്റെ സൺസ്ക്രീൻ എടുത്തിട്ട് കുറച്ചൊന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്തു. അതുണ്ടെങ്കിൽ നമുക്ക് വേറൊരു സ്ട്രോക്ക് ക്രീമിൻ്റെ ആവശ്യമില്ലാണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. അത്രയും നല്ലതാണ് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല നമുക്ക് അഫോർഡബിൾ റേറ്റിന് കിട്ടുന്ന രണ്ടും, അതായത് വേറൊരു സ്ട്രോക്ക് ക്രീമിൻ്റെ ആവശ്യമില്ല നമുക്ക്. ഒരു സൺസ്ക്രീനും സ്ട്രോക്ക് ക്രീം ഒക്കെ ആയിട്ട് അതന്നെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ കുറച്ച് എൻ്റെ കണ്ണിൻ്റെ മണ്ടയൊക്കെ ഒന്ന് ഓയിലി ആവുന്നതുകൊണ്ട് സിസ് ബ്യൂട്ടിയുടെ ഐ ഷാഡോ പാലറ്റ് വെച്ചിട്ട് ഞാനൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ. പിന്നെ ആക്സിൻ്റെ അണ്ടർ ആം റോൾ ഓൺ ആണ്, സ്റ്റിക്കാണ്. അത് അതിൻ്റെ ഉള്ളിൽ സ്റ്റക്കായി പോയി ഗൈസ്. അതുകൊണ്ട് ഞാനത് ഇത് തോണ്ടി എടുത്തിട്ടാണ് ഇപ്പോൾ യൂസ് ചെയ്യില്ല കേട്ടോ. പക്ഷെ നല്ലപോലെ ലോങ് ലാസ്റ്റിംഗ് ആണ്. അപ്പോൾ അതൊന്ന് അപ്ലൈ ചെയ്തു. പിന്നെ കണ്ണൊക്കെ ഒന്ന് എഴുതി കൊടുത്ത് ജസ്റ്റ് ഒരു കുറിയൊക്കെ തൊട്ട് ഒന്നൊരു എന്താ പറയുക, എന്നെ കാണുമ്പോൾ എനിക്ക് തന്നെ ഒരു സന്തോഷം തോന്നണ്ടേ, അതുപോലെ ഞാനൊന്ന് മേക്കപ്പ് ചെയ്യുകയാണ്. പിന്നെ കുറച്ചൊന്ന് ലിപ്സ്റ്റിക്ക്. ഇതിൻ്റെ ഷെയ്ഡിൻ്റെ പേര് വൊയാഗ്ര അല്ല കേട്ടോ. എനിക്ക് ഇതിൻ്റെ ഷെയ്ഡ് നെയിം ഓർമ്മ വരുന്നില്ല. എന്തായാലും യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ. ആവശ്യമുള്ള ഒരു ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഈ ഒരു ലിപ്സ്റ്റിക് ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡെയിലി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. അത് ഞാൻ ഭയങ്കര കുറച്ചിടുള്ളൂ. ഹോസ്പിറ്റലിൽ പോകണതല്ലേ വല്ലാണ്ട് ആഡംബരമാക്കണ്ടെന്ന് കരുതിയിട്ട്. അല്ലെങ്കിൽ പുറത്തൊക്കെ പോകുമ്പോൾ ഒത്തിരി കൂടെ കട്ടിക്കണം. എന്നാലും ഭയങ്കര കട്ടിയിൽ ഞാൻ ഇടയിൽ കുറവാണ് കേട്ടോ. ലിപ്സ്റ്റിക് ഷെയ്ഡുകളൊക്കെ ഇങ്ങനെ ലൈറ്റായിട്ട് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കലുള്ളൂ. ഇങ്ങനെ ഈവനിങ് ഡ്യൂട്ടിയുടെ സമയത്തൊക്കെ കാലത്ത് കുളിച്ച് കഴിഞ്ഞാൽ ആ വഴിക്ക് നമുക്ക് വണ്ടി എടുത്ത് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹെൽമെറ്റൊക്കെ വെക്കുമ്പോൾ ഈ നനഞ്ഞ മുടിയിൽ ഹെൽമെറ്റൊക്കെ വെച്ച് പിന്നെ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ പുട്ടപ്പ് ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മുടി അഴിച്ചിട്ട് ബസ്സിൽ പോകുമ്പോൾ ആ ബസ്സിലൊരു യാത്ര കഴിയുമ്പോഴേക്കും മുടി ഒന്ന് ഡ്രൈ ആയിട്ടുണ്ടാവും. കാറ്റൊക്കെ തട്ടി ഒന്ന് ചെറുതായിട്ടൊക്കെ ഉണങ്ങിയിട്ടുണ്ടാവും കേട്ടോ. ഇതിപ്പോൾ എൻ്റെ മുടി ഉണങ്ങാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഞാൻ ഫാനിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ പരത്തി നിൽക്കുകയാണ്. ഡ്രയർ യൂസ് ചെയ്യൽ ഭയങ്കര കുറവാണ് കേട്ടോ. കാരണം പണ്ട് ഞാൻ ഡ്രയറൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ മുടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. മുടിക്ക് പെട്ടെന്ന് മുടി ഡാമേജ് ആകാറുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ അതൊക്കെ നന്നായിട്ട് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ വൈറ്റമിൻ ഡി ഞാൻ ഈ അടുത്ത് ചെക്ക് ചെയ്ത് കേട്ടോ. എൻ്റെ മുടി കൊഴിച്ചിൽ ഭയങ്കര നല്ല, എന്നാലും നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട്. ആദ്യമൊക്കെ അങ്ങനെ പിടിക്കുമ്പോഴേ ഓരോ ഭാഗത്തുനിന്ന് ഇങ്ങനെ എല്ലാ മുടിയും പോരുന്ന ഒരു ഫീലാണ് കേട്ടോ എനിക്ക് ഉണ്ടാവാറുള്ളത്. വൈറ്റമിൻ ഡി കുറഞ്ഞിട്ട് പിന്നെ സപ്ലിമെൻറ്റ്സ് എടുത്ത് നമ്മൾ ഡയറ്റിലും കാര്യങ്ങളൊക്കെ ചേഞ്ചൊക്കെ വരുത്തിയപ്പം ഇപ്പോൾ നോർമലായിട്ടുണ്ട് കേട്ടോ. ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഇപ്പോൾ ആവശ്യത്തിൽ കൂടുതലല്ല, എന്നാലും നല്ല രീതിക്ക് മാറ്റം വന്നിട്ടുണ്ട്. ആദ്യം ഡെഫിഷ്യൻസി ആയിരുന്നു, അത് ഓർക്കണം നമ്മൾ. അങ്ങനെ പിന്നെ നമുക്ക് കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡ്യൂട്ടിക്ക് പോണതിന് മുന്നേ ചെറുതായിട്ട് കറിയൊക്കെ വെച്ച് ചോറൊക്കെ വെച്ച് ഒന്ന് സെറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ വരുമ്പോൾ നമുക്ക് വലിയ പണികളൊന്നുമില്ല. കിച്ചണിൽ കയറി കുത്തിമറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ചെറുതായിട്ട് കറിയൊക്കെ വെക്കാൻ പോവുകയാണ്. നമ്മുടെ മാമ്പഴ പുളിശ്ശേരി വെക്കാനുള്ള പ്ലാനിലാണ് കേട്ടോ.
അപ്പോൾ കുക്ക് ചെയ്യണ സമയത്ത് ഒന്നല്ലെങ്കിൽ വീഡിയോസ് അല്ലെങ്കിൽ റേഡിയോ ഓൺ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഇതുപോലെ പാട്ട് കേട്ടിട്ട് ചെയ്യുക എന്ന് പറയുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് ബോറടിക്കുന്നേ, അല്ലെങ്കിൽ ഞാൻ കുറേ നേരം ഇങ്ങനെ കിച്ചണിൽ പണിയെടുത്ത് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നും. ഇതാവുമ്പോൾ പെട്ടെന്ന് ആരോ നമ്മുടെ കൂടെയുള്ള പോലെ സംസാരിക്കണ പോലെയും, അപ്പോൾ പെട്ടെന്ന് എന്താ പറയുക ആ ഒരു ഭാരം എനിക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ. പെട്ടെന്ന് നമ്മുടെ പണികളൊക്കെ കഴിയുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. മിക്കവാറും ഞാൻ ഇങ്ങനെയാണ് കുക്ക് ചെയ്യാറുള്ളത്. വീഡിയോസ് യൂട്യൂബിൽ വ്ളോഗ്സ് കാര്യങ്ങളൊക്കെ കണ്ട് അതൊക്കെ ആസ്വദിച്ച് ഞാനിങ്ങനെ കുക്ക് ചെയ്യും, അല്ലെങ്കിൽ ഇതുപോലെ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തിട്ട്. അപ്പോൾ കുക്കിംഗ് പെട്ടെന്ന് നമ്മുടെ തീരൂട്ടാം. നമുക്ക് കുറച്ച് നേരമുള്ളൂ, 1 മണിക്കൂർ കൊണ്ട്, ഒരു 3/4 മണിക്കൂറേ ഉള്ളൂ, അതിനുള്ളിൽ നമുക്കിതൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ നീരൂടിയ മാങ്ങയൊന്നുമല്ലാണ്ട് സാധാരണ നമ്മൾ മാമ്പഴ പുളിശ്ശേരി വെക്കാൻ കൂടുതലും യൂസ് ചെയ്യാതല്ലേ ചപ്പിക്കൂടിയ നീരൂടിയനൊക്കെ. അത് കുഞ്ഞായിരിക്കും, നല്ല മധുരം ഉണ്ടായിരിക്കും. പക്ഷേ ഇതിൽ നമുക്ക് ശർക്കരയൊക്കെ ആഡ് ചെയ്യേണ്ടി വരും കേട്ടോ. ഇതിന് മധുരം കുറവാണ്. മൂവാണ്ടനാണ്, പഴുത്ത മൂവാണ്ട്, നല്ല നാടൻ മൂവാണ്ട് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ പോയിട്ട് വാങ്ങിയ മാങ്ങ കിട്ടാനില്ല. അപ്പോൾ ഞാനിത് നല്ലപോലെ തൊലിയൊക്കെ ഉരിഞ്ഞതേ കറി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് മഞ്ഞളും ഉപ്പും മുളക് പൊടിയും വേപ്പിലൊക്കെ ഇട്ട് നല്ല പോലെ വേവിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. ചോറൊക്കെ തിളപ്പിച്ചൂറ്റി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എന്തോ പറയാൻ വന്നല്ലോ, ആലോചിച്ചതായിരുന്നു. പണ്ടൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ 2, 3 മൂവാണ്ടിന് മാവ് ഉണ്ടായിരുന്നു കേട്ടോ, മരങ്ങളുണ്ടായിരുന്നു. ആ മാവുള്ള സമയത്ത് ഇതിനൊരു ക്ഷാമം ഉണ്ടായിരുന്നില്ല, ഇഷ്ടം പോലെ മാങ്ങയിരുന്നു. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയില്ല, അതുപോലെയാണ്. അതൊക്കെ വെട്ടിക്കളഞ്ഞപ്പോൾ മാങ്ങയ്ക്ക് ഭയങ്കര ക്ഷാമമായിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ കാശ് കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയായി. അപ്പോൾ നല്ല പോലെ അത് വേവണം കേട്ടോ. അടുപ്പത്ത് വെച്ചിട്ട് നല്ല പോലെ കുറുകി മാങ്ങയൊക്കെ വെന്ത് വരണം. എൻ്റെ നാളികേരം കണ്ട ഞാൻ 2-3 ആഴ്ച ഇവിടെ അടച്ചു പൂട്ടിയിട്ട് പോയപ്പോഴേ അതിന് മുന്നേ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന നാളികേരമായിരുന്നു. ഇത് കൊപ്ര പോലെ ആയിട്ട് ഞാൻ ഇന്നെടുത്ത് നാളികേരം എടുത്ത് വെട്ടി നോക്കിയപ്പോൾ നാളികേരം ആ ഒരു തൊണ്ടില്ല, ചിരട്ടില്ല, അതിങ്ങനെ പൊളിഞ്ഞു പോന്നിട്ട് ഉള്ളിൽ നിന്ന് ഈ കൊപ്രയാണ് എനിക്ക് കിട്ടിയത്. ഇത് പാട്ടി നമുക്ക് വെളിച്ചെണ്ണ കിട്ടും, അതുപോലത്തെ പരിവായിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട്, വേറെ ഫ്രഷ് ആയിട്ടുള്ള നാളികേരം എടുക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് തന്നെ എടുത്ത് അരച്ചു കേട്ടോ. കുറച്ച് ജീരകവും ചേർത്ത് ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് അരച്ചതേ നമ്മുടെ വെന്ത് വന്ന മാങ്ങയുടെ ആ ഒരു കൂട്ടിക്ക് ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി ഇത് നല്ല പോലെ വറ്റിച്ച് കുറുകി വരുമ്പോൾ നമുക്ക് ഈ ഒരു കട്ട തൈര് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ശരിക്കും മാമ്പഴപ്പുളിശ്ശേരി വെക്കുമ്പോണ്ടല്ലോ നമ്മുടെ പച്ചത്തേങ്ങ അരച്ചതാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഇതിന് എന്തായാലും ടേസ്റ്റ് കുറയും. ഇത് കൊപ്ര പോലെ ആയിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ എൻ്റെ യൂണിഫോമൊക്കെ മാറി വന്നു. ഇതാണ് കേട്ടോ സ്ക്രബ്ബ്, ഈ ഒരു ബ്ലാക്ക് കളറാണ്. ഇതിട്ടിട്ട് വെയിലത്ത് പോകാൻ നല്ല സുഖാട്ടാ. ഇല്ലാത്ത ടാനും കൂടെ നമുക്ക് കിട്ടും. ഞാൻ ഇതിൻ്റെ മേലെ കൂടെ ഒരു കോട്ടും കൂടി ഇട്ടിട്ട് പോവാം. ഈ 11 മണിയുടെ ആ ഒരു ടൈമിൽ ഭയങ്കര വെയിലില്ല, പക്ഷെ 3 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയമൊക്കെ, മോർണിംഗ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയത്ത് പൊള്ളണ വെയിലാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഓവർകോട്ടില്ലാണ്ട് പറ്റില്ല. പക്ഷെ അതിട്ടിട്ടും ഭയങ്കര കാര്യമൊന്നുമില്ല. കയ്യിലൊക്കെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വല്ലപ്പോഴും സൺസ്ക്രീൻ ഇട്ട് കൊടുക്കും. റീഅപ്ലൈ ചെയ്യലൊന്നും ഇല്ല കേട്ടോ, അതൊക്കെ കണക്കാം. അങ്ങനെ നമ്മൾ വീണ്ടും പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് നമ്മുടെ ഈ ഒരു കൂട്ട് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിനിടയ്ക്ക് പാത്രം ഒന്ന് ജസ്റ്റ് മാറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം മറ്റേ കുഞ്ഞേതിൽ നല്ലപോലെ തിളച്ച് പൊന്തി പുറത്തേക്ക് പോകേണ്ട അവസ്ഥയായിപ്പോൾ ഞാൻ ഇതിലേക്ക് മാറ്റിയതാണ് കേട്ടോ. ഇതാകുമ്പോൾ ഒരു വലിയ പാത്രമല്ലേ, എത്ര തിളച്ചാലും കുഴപ്പമുണ്ടാവില്ല. വറ്റി നല്ലോണം കുറുക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഈ തൈര് വല്ലാണ്ട് കട്ടയായിട്ടൊന്നും ഇരിക്കണില്ല കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ, നമ്മുടെ പുളിക്കനുസരിച്ചിട്ട്. അതിനിതിലേക്ക് വല്ലാണ്ട് പുളിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. മാങ്ങ അത്യാവശ്യത്തിന് മധുരമുണ്ട്. പിന്നെ മധുരക്കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ശർക്കരപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ശർക്കരയ്ക്ക് പകരം കൂടുതലായിട്ട് യൂസ് ചെയ്യുക ജാഗരി പൗഡറാണ് കേട്ടോ. അത് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാമല്ലോ. അത് പൊടിക്കാനോ അരിയിക്കാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ, ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ടേസ്റ്റൊക്കെ നോക്കുകയാണ്, ഉപ്പും മുളകും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ്. എന്തായാലും ഇന്ന് ഞാനിത് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. ഞാനിന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ജസ്റ്റ് ഒന്ന് താളിക്കാനായിട്ട് പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ രാത്രി വരുമ്പോൾ നമ്മളൊരു നേരവും, അപ്പോൾ പിന്നെ പണിയെടുക്കാനുള്ള ഒരു മൂഡ് ഉണ്ടാവില്ല കേട്ടോ. ഭയങ്കര ടയേർഡായിരിക്കും. ആ ഒരു സമയത്ത് നമുക്ക് വന്നിരുന്ന് ഒന്ന് ജസ്റ്റ് ചൂടാക്കി കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ അതേ കടുകും അതുപോലെ വേപ്പില ഞാൻ 1 കിലോമീറ്റർ അകലെ നിന്നിട്ടാണ് അറിയുക. അങ്ങനെ അതൊക്കെ ആയിട്ട് നമ്മൾ താളിച്ചൊഴിക്കുകയാണ്. ഇതിൽ നമുക്ക് ചേർക്കാനായിട്ട് മറ്റേ മുളകില്ലേ, ഉണക്കമുളക്, അതെൻ്റെ കയ്യിലില്ല കേട്ടോ. അപ്പോൾ നമ്മളത് ഒഴിവാക്കി. അതും കൂടെ ഉണ്ടെങ്കിൽ ആ ഒരു സ്മെല്ലൊക്കെ വരുമ്പോൾ നല്ല എനിക്കിഷ്ടമാണ് കേട്ടോ. അത് ഉണ്ടെങ്കിൽ ആഡ് ചെയ്താൽ നല്ലതാണ്. അപ്പം എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് നമ്മളത് ഒഴിവാക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി പണിയൊക്കെ കഴിഞ്ഞു, ഇതൊക്കെ മൂടി വെച്ചിട്ട് ഞാൻ ഇനി പോവാണ് കേട്ടോ, ഡ്യൂട്ടിക്ക് ഇറങ്ങാണ്. ജസ്റ്റ് അവിടെ ആ ഒരു കൗണ്ടർ ടോപ്പും അതുപോലെ സ്റ്റൗവൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു ടോപ്പിക്ക് നെക്സ്റ്റ് ടൈം കാണാം. ടാറ്റാ, ബൈ ബൈ.